ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നോക്കിയാലോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എണ്ണയും ഒഴിച്ച് വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന പൊടി പാലാട്ടിൻ്റെ ഈസി ഇടിയപ്പം പൊടിയാണ്. അപ്പം നമുക്കത് ഇട്ട് വെള്ളത്തിലേക്കൊന്ന് ഇട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കണ്ടോ, പൊടിയൊക്കെ ഇട്ട് ഞാനതൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ ഇച്ചിരി വെള്ളത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടെ അത് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടും. കൈയൊന്നും പൊള്ളാതെ വളരെ സൂക്ഷിച്ച് കുഴച്ചെടുക്കണം. ഇപ്പം തന്നെ പൊടി ഒന്ന് ഹാഫ് വെന്തതുപോലെ തന്നെയായിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക് അതിനാവശ്യത്തിനുള്ള മാവ് ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇനിയും നമ്മൾ പാത്രത്തിലേക്ക്, ഞാൻ ഇഡലി പാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതിന് മുമ്പ് ആ പാത്രത്തിൽ എണ്ണയൊന്ന് പുരട്ടി കൊടുക്കണം, എന്ന് വെച്ചാൽ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. എന്നിട്ട് തേങ്ങ ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മൾ ആ മാവ് കറക്കി ഇടിയപ്പം ഉണ്ടാക്കുകയാണ്. ഇത് ഹാഫ് വെന്ത മാവായതുകൊണ്ട് നമുക്ക് അധികം സമയമൊന്നും വേണ്ട. ഒരു 10-15 മിനിറ്റ് വെച്ച് ഒന്ന് ചൂടായി ശേഷം നമുക്ക് ഇടിയപ്പം റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കതെടുത്ത് കഴിക്കാൻ പറ്റും. ഇതിനകത്ത് ഇച്ചിരി ഹാർഡ് പാർട്ട് നമ്മളത് കറക്കി എടുക്കുന്നതിലാണ്. കണ്ടോ, ഇനി നമുക്ക് അത് അടച്ച് വെച്ച് അതൊന്ന് വേകാനുള്ള സമയം കൊടുക്കാം. അപ്പോൾ ഇടിയപ്പം റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.